ഒരു നെക്ക് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. അപ്പൊ ഞാൻ ഈ ഒരു യോക്ക് പാർട്ടിലാണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചുരിദാറില് അല്ലെങ്കിൽ നൈറ്റിയില് ബ്ലൗസില് എന്തില് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് യോക്ക് പാർട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ ചുരിദാറിന്റെ ടോപ്പില് അല്ലെങ്കിൽ നൈറ്റിയുടെയൊക്കെ ഒന്നും നെക്ക് കട്ട് ചെയ്യരുത്. അതായത് ഷോൾഡറിന്റെ ഈ ഭാഗത്ത് നമ്മൾ സാധാരണയായിട്ട് 3 ഇഞ്ച് വീതിയും താഴത്തേക്ക് ലെങ്ത് ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യും അല്ലെ. പക്ഷെ നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ടോപ്പിന്റെ ഈ പാർട്ടില് നെക്ക് കട്ട് ചെയ്യരുത്. അപ്പൊ നമ്മൾ ഇന്ന് നെക്ക് കട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ക്യാൻവാസിന്റെ ഷീറ്റിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്യാൻവാസ് നമുക്ക് മീറ്ററിന് 20 രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. കട്ടി കുറഞ്ഞ ക്യാൻവാസ് ആണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. ഷർട്ടിന്റെ കോളറിനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റിഫ് ആയിട്ടുള്ള നമുക്ക് വേണ്ട. അതൊക്കെ ഒരു മീറ്ററിന് 120 രൂപയൊക്കെ ആവും. ഇതാകുമ്പോൾ വെറും 20 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ന്യൂസ് പേപ്പറിന്റെ കഷ്ണം കൂടി വേണം കേട്ടോ. നമുക്ക് ആദ്യമേ ഈ ക്യാൻവാസിൽ നമ്മുടെ നെക്കിന്റെ വീതിയും ലെങ്ത് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇന്ന് നെക്ക് വീതി 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. സാധാരണയായിട്ട് നമ്മൾ 3 ഇഞ്ചാണ് കുർത്തി തയ്ക്കാനും നൈറ്റിയൊക്കെ തയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇന്ന് നമുക്കൊരു 3.5 ഇഞ്ചാണ് വീതി വേണ്ടത്. പക്ഷെ ഇതൊട്ടും തന്നെ മലന്ന് പോവില്ല കേട്ടോ. 3.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴത്തേക്ക് ലെങ്ത് വേണ്ടത് 4 ഇഞ്ചാണ്. ഒരിക്കലും 5.5 അല്ലെങ്കിൽ 6 ഒന്നും എടുക്കരുത്. 4 ഇഞ്ച് മാത്രമേ എടുക്കാവൂ. അപ്പൊ 4 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കാം. അതിന് മുന്നേ ഈ ഭാഗത്തും ഒരു 3.5 ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം ഇതിങ്ങനെ ബോക്സ് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതില് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു യു നെക്ക് ഒന്ന് വരച്ച് എടുക്കാം. ഇതാ ഇങ്ങനെ അങ്ങോട്ട് വൈഡ് ആയിട്ടുള്ള ഒരു യു നെക്ക് ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുപ്പിച്ച് ഇങ്ങനെ അങ്ങോട്ട് വരക്കാം. അപ്പൊ ഇതില് നെക്ക് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് വീതി ഇപ്പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് 1 ഇഞ്ചും കൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇപ്പൊ ടോട്ടലായിട്ട് നമ്മൾ 6 ഇഞ്ച് വീതിയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യമേ നമ്മൾ 1.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്തില്ലേ, അത് കണക്കാക്കി ഇങ്ങനെ അങ്ങോട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. 1.5 ഇഞ്ചാണ് കേട്ടോ ആദ്യമേ നമുക്ക് വേണ്ടത്. അപ്പൊ 1.5 ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇതൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും 1 ഇഞ്ച് കറക്റ്റ് 1 ഇഞ്ച് വീതി ഒന്ന് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. അപ്പൊ നമ്മൾ 3 ലെയർ ആയിട്ടാണ് നെക്കിപ്പോ ഒന്ന് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യമേ ഏറ്റവും താഴെ ഭാഗത്തു നിന്നില്ലേ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെക്കാണ് നമുക്ക് ഈ ഒരു തുണിയിൽ തയ്ച്ച് എടുക്കേണ്ടത്. അതായത് ഇത്രയും വീതിയാണ് നമ്മൾ ഈ ഒരു നെക്കിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് കുർത്തിയുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ ഒരു പേപ്പറിലേക്ക്, ഇത് ആവശ്യമില്ല, ഇതങ്ങോട്ട് നമുക്ക് കളയാം. അതെ, നേരെ ഒരു ന്യൂസ് പേപ്പർ എടുക്കാം. അതെ, ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പറിന്റെ മീതെ കറക്റ്റ് ഇതേ അളവിൽ ഒന്നിങ്ങനെ ഒന്ന് വരച്ച് എടുക്കാം. ഇതിന്റെ മീതെ വെച്ചിട്ട് നമുക്ക് ഇതേ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ വരക്കുമ്പോൾ ഒന്നെങ്കിൽ പേന വെച്ചിട്ട് ഇല്ലെങ്കിൽ സ്കെച്ച് പേന വെച്ച് വരക്കാം. പെൻസിലൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് അത് കണ്ടില്ല എന്ന് വരും. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ കറക്റ്റ് ഇതേ ഷേപ്പില് നെക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും പേപ്പർ മതി, ഫുള്ളായിട്ട് നമുക്ക് വേണ്ട. ഇങ്ങനെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ഈ ഒരു ക്യാൻവാസ് ഒരു തുണി എടുക്കാം കേട്ടോ. സെയിം ഇതേ തുണി തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും തുണിയാണെങ്കിലും മതി. നമുക്കിതിൽ ഇതൊന്ന് ഒട്ടിച്ച് എടുക്കാം. ക്യാൻവാസിൽ ഈ ഒരു മിനുസുള്ള ഭാഗമേ തുണിയുമായിട്ട് ഒട്ടുകയുള്ളൂ. കണ്ടില്ലേ, ഗ്ലേസിങ് കണ്ടില്ലേ, ഇതേ ഒട്ടുള്ളൂ കേട്ടോ. ഈ ഒരു റഫായ ഭാഗം തുണിയുമായിട്ട് ഒട്ടത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് വേണം ഇതൊന്ന് ഒട്ടിച്ച് എടുക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് തയ്ച്ച് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് 2 ആക്കി മടക്കിയിട്ട് നമുക്കിതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ സെന്റർ നമുക്ക് ഇങ്ങനെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ യോക്ക് പാർട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ നൈറ്റി ആണ് ചെയ്യുന്നതെങ്കിൽ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ എടുക്കാം. അതിന്റെ നല്ല വശം ഇവിടെ എടുത്ത് വെക്കാം കേട്ടോ. ഇതാണ് ഇതിന്റെ ഉൾവശം. ഇപ്പോൾ നല്ല വശം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് 2 ആക്കി മടക്കിയിട്ട് കൊടുത്തിട്ട് ഇതിന്റെ സെന്ററിൽ ചെറിയൊരു കട്ടിങ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതാ ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ കൂടെ കട്ട് ചെയ്ത് കൊടുത്തു. നല്ല വശം ഇങ്ങനെ കൂടെ വെക്കുകയും ചെയ്തു. ഇനി ഇതിന്റെ മീതെ ക്യാൻവാസ് ഇങ്ങനെ വെക്കാം. രണ്ടിന്റെയും സെന്ററുകൾ തമ്മിൽ ആദ്യമേ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിന്റെ നടുക്ക് ഒരു സ്റ്റിച്ച് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് നിർത്താം. സെന്ററിൽ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസിന്റെ ഈ ഭാഗത്ത് കൂടെ ഒന്ന് തയ്ച്ചങ്ങോട്ട് എടുക്കാം. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം. ഈ നെക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 ഇഞ്ച് ഇടവിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ കട്ടിങ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നിർത്താം. ഇങ്ങനെ ഒന്ന് അവിടെ അവിടെയായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ക്യാൻവാസ് ഉള്ളിലേക്ക് വെക്കാം കേട്ടോ. ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് നല്ല വശത്ത് കൂടെ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് നെക്ക് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം തയ്ച്ച് അവസാനം ആവുമുണ്ടല്ലോ, നമുക്ക് ഈ ക്യാൻവാസ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ കുറച്ച് കഷ്ണം ഇങ്ങനെ കൂടെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് ഉള്ളിലേക്ക് പോകേണ്ടതാണ്, കുറച്ചിങ്ങനെ കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഇതൊന്ന് ഹെമ്മിങ് ചെയ്ത് വെക്കാം അവസാനം കേട്ടോ. നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോ ആവശ്യമില്ല. നമ്മൾ നേരെ ആ ഒരു പേപ്പറിൽ നമ്മൾ കറക്റ്റ് വേറൊരു നെക്ക് ഇങ്ങനെ കൊണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇതെടുത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് നീളത്തിലെ കഷ്ണമാണ്. കുഞ്ഞി കഷ്ണമാണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് നേരെ ഒന്ന് 2 ആക്കിയിട്ട് മടക്കി വെക്കാം. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് വീതിക്കാണ് ഇതൊന്ന് തയ്ച്ചെടുക്കേണ്ടത്. 1/4 ഇഞ്ചല്ല, 1/2 ഇഞ്ച്. അതായത് അത്യാവശ്യം വീതിക്ക് നമുക്ക് ഇങ്ങനെയൊന്ന് അറ്റം വരെ ഒന്ന് തയ്ച്ചെടുക്കാം. അങ്ങോട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറ്റ വെച്ചിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതെ ഇതുപോലെ ഇങ്ങനെയൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഈർക്കിലിന്റെ കഷ്ണം വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കുത്തിയെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും വലിയ ഡോറി ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഈർക്കിലെടുത്തത്. കുഞ്ഞാണെങ്കിൽ നമുക്ക് സൂചി നൂലും ചെയ്യാം, പക്ഷെ ഇതിന് ഈർക്കിൽ തന്നെ മതി. അപ്പൊ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഈ ഒരു ഭാഗമില്ലേ, കറക്റ്റ് ഈ ലെവൽ തന്നെ. ചിലപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ സെന്ററിലായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അപ്പൊ നമ്മളത് കറക്റ്റ് ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് ആക്കി വെക്കാം. ഇത്രയും വലിയൊരു ഡോറി നമ്മൾ വീതിയുള്ളതാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈനിന് വീതിയുള്ളതാണ് വേണ്ടത്. എന്നിട്ട് ഇതിന്റെ ഈ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിതാ ഇവിടെ ഇങ്ങനെ വെച്ച് തയ്ക്കണം. അപ്പോൾ ഇത് കുറച്ചിങ്ങോട്ടേക്ക് കയറി നിൽക്കണം, കുറച്ചിങ്ങോട്ടേക്ക് ഇറങ്ങി നിൽക്കണം. അപ്പോൾ ഇത്രയും വീതിയാണ് ഈ ഒരു ഡോറിക്ക് വേണ്ടത്. ഇതേപോലത്തെ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിത് ഇതുപോലെ കുറച്ചിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യമേ നമുക്ക് ഇതിന്റെ സെന്ററിലാണ് ഒരു കഷ്ണം ഇങ്ങനെ അങ്ങ് വെച്ച് തയ്ക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ സെന്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ടോട്ടലായിട്ട് ഈ നെക്ക് വീതി എത്ര ഇഞ്ചിൽ നോക്കാം. ഇതിപ്പോ ടോട്ടലായിട്ട് 10 ഇഞ്ച് ഉണ്ട്. അപ്പൊ അതിന്റെ സെന്റർ നമ്മൾ 5 ഇഞ്ചിൽ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സെന്റർ ഭാഗത്തെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. ഇതാണ് നമ്മളുടെ നെക്കിന്റെ സെന്ററിന്റെ ഭാഗം. ഇവിടെ വേണം ആദ്യത്തെ ഈ തുണി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നമുക്ക് തയ്ച്ചു പോവാം കേട്ടോ. മെഷീനിൽ ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഈ സെന്ററിൽ ഫസ്റ്റ് തുണി ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം. നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം അടുത്തതെടുക്കാം. അടുത്തതും കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കാം. എല്ലാ മെഷീനിലും ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോ ഞാൻ ഉപയോഗിക്കുന്ന പവർ മെഷീനാണ്. നിങ്ങൾക്ക് സിംഗിളിലോ ഡബിളിലോ ഏത് മെഷീനിൽ വേണമെങ്കിലും ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട്. നമ്മള് പേപ്പറിൽ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയിരിക്കും ഇതിന്റെ ഉള്ളില് വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കത്രിക എടുത്തിട്ട് നമ്മളുടെ കറക്റ്റ് നെക്കിന്റെ ലൈൻ ഈ കാണുന്നതാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നെക്കിന്റെ ലൈൻ. അതിക്ക് താഴെ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക. ഇവിടെയും കട്ട് ചെയ്യുക, അതേപോലെ സെയിം ഇവിടെയും ഒന്ന് കട്ട് ചെയ്യുക. 1/4 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്യാൻ പോവാം കേട്ടോ. അറ്റാച്ച് ചെയ്യുമ്പോൾ
ഈ ഒരു 1/4 ഇഞ്ചിലായിരിക്കണം നമ്മുടെ നെക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നമുക്ക് തയ്ച്ച് എടുക്കേണ്ടത്. ഇതാ ഇങ്ങനെ അങ്ങോട്ട്. ഇത് കൂടുതലാണ്. ഇതെല്ലാം നമ്മുടെ കറക്റ്റ് നെക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേപ്പറിന്റെ മുകളിൽ നിന്ന് തന്നെ നിങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ കറക്റ്റ് നെക്കിന്റെ ഭാഗം. ദേ ഇവിടെയും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് വേണം ഇതൊന്ന് തയ്ച്ചു വെക്കാനായിട്ട്. ഇനി ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ അങ്ങ് നമുക്ക് തയ്ച്ച് എടുക്കാം. കറക്റ്റ് ഇതിന്റെ മീതെ വെക്കാം. ഇരു ലൈനിൽ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് തയ്ച്ച് എടുക്കാനായിട്ട്. ഇടക്കിടക്ക് നോക്കുക കേട്ടോ, ലൈൻ കറക്റ്റ് ആണോ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അറ്റം കറക്റ്റ് ആയിട്ട് എത്തിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്രോസ് പീസ് ആണ് വേണ്ടത്. ഈ ഒരു മുകൾ ഭാഗത്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതേ കറക്റ്റ് നമുക്ക് ക്രോസ് ആയിട്ട് തുണി ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇട്ട് കൊടുക്കാം. കറക്റ്റ് ക്രോസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നെക്ക് കറക്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പൊ അതേ ഞാൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തുണി ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് ഇതിൽ നിന്ന് 2 കഷ്ണം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇങ്ങനെ 2 കഷ്ണം ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ തമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് ഇങ്ങനെ കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഈ ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കിതിന്റെ നെക്കിന്റെ നല്ല വശം ഒന്ന് തയ്ക്കാം. ഇത് നമ്മളുടെ നെക്കിന്റെ നല്ല വശമാണ്. ഇനി ക്രോസ് പീസിന്റെ നല്ല വശം എടുക്കാം. എന്നിട്ട് ക്രോസ് പീസിന്റെ നല്ല വശം ഇങ്ങനെ വേണം വെക്കാനായിട്ട്. നമ്മളിതിങ്ങനെ തയ്ച്ച് ഉള്ളിലേക്കാണ് ഇങ്ങനെ അങ്ങോട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ക്രോസ് പീസിന്റെ നല്ല വശവും നെക്കിന്റെ നല്ല വശവും തമ്മിൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് 1/4 ഇഞ്ചിൽ നമുക്കത് ഇവിടെ ഇങ്ങനെ പാട് കണ്ടില്ലേ, ഈ ഒരു മാർക്കിങ്ങിൽ വെച്ചിട്ടാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത്. ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കാം കേട്ടോ. ക്രോസ് പീസ് ആണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ വളഞ്ഞ് കിട്ടുള്ളൂ. ക്രോസ് പീസിന് നമ്മൾ ഇങ്ങനെയൊന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. ബാക്കിയുള്ളത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ഈ ക്രോസ് പീസ് ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇതാ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് വെക്കാം. ഉൾഭാഗത്താണ് തയ്ക്കേണ്ടത്. അപ്പൊ നല്ല വശം നോക്കി നമുക്കിങ്ങനെ നല്ല വശത്ത് ഇത്രയും വീതിയായിട്ട് ക്രോസ് പീസ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. ിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് പീസ് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. നല്ല വശം കാണിച്ചിടാം. ഇതാണ് നമ്മുടെ നെക്കിന്റെ നല്ല വശം. അപ്പൊ ഈ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആക്കാം കേട്ടോ. ക്രോസ് പീസ് കുറച്ചിങ്ങനെ മീതേക്ക് ഉണ്ടാവും. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആക്കാം. ഇനി നമ്മുടെ അടുത്തൊരു പണി എന്ന് പറയുന്നത് ഈ ഒരു പേപ്പർ ഇങ്ങനെ അങ്ങോട്ട് നമുക്കൊന്ന് കീറി അങ്ങോട്ട് മാറ്റാം. ഇങ്ങനെ അങ്ങോട്ട് കീറുമ്പോ തന്നെ അതങ്ങോട്ട് പോന്നോളും. പേപ്പർ ഇങ്ങനെ ഒന്ന് കീറി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കില് ഒരു ഡിസൈനും കൂടെ ചെയ്തെടുക്കാം. അതെന്താണെന്ന് കാണിച്ചിടാം കേട്ടോ. അതാ നോക്കേ, നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ മുത്തും കൂടെ ഇതിന് നടുക്കൊന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാനപ്പോ ഇതുമായിട്ട് കുറച്ചുകൂടി ഭംഗിയുള്ള കളറാണ് ഒന്നിങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഒരു പാക്കറ്റിന് 10 രൂപയേ ഉള്ളൂ. ഇതെങ്ങനെയാണ് തയ്ക്കുന്നത് കാണിച്ചിട്ടാം. ആദ്യമേ നമുക്ക് സൂചി നൂലൊന്ന് കോർത്തെടുക്കാം. അപ്പൊ ഞാനപ്പോ 2 ഇഴയിലാണ് കോർത്ത് എടുത്തിരിക്കുന്നത്. ഹെമ്മിങ്ങിന്റെ ആ ഒരു ഇഴയല്ല, 2 ലെയർ. മൊത്തത്തിൽ ഇതിപ്പോ 4 ലെയർ ആയിട്ടാണ് നൂലുള്ള കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ എടുക്കാം. ഇതിന്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് ഇതിന്റെ സെന്ററിലായിട്ട് ഇങ്ങനെയൊന്ന് നമുക്ക് ഉള്ളിൽ കൂടെ സൂചി ഇങ്ങനെയൊന്ന് കോർത്ത് എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇങ്ങനെ അങ്ങോട്ട് കോർത്ത് എടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ തയ്യലൊന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഈ നൂല് ഇങ്ങനെയൊന്ന് വലിച്ചെടുക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ചുളുങ്ങി വരും. ഇതാ കണ്ടോ, ഒരു ബൗ പോലെ നമുക്കിങ്ങനെ ചുളുങ്ങി വരും. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഈ നൂല് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. ഇങ്ങനെയൊന്ന് നമ്മൾ റൗണ്ട് ചെയ്ത് നൂല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമുക്കൊരു മുത്തെടുക്കാം. മുത്തെടുത്തിട്ട് അതൊന്ന് കോർത്ത് എടുക്കണം. സൂചിയിൽ ഇങ്ങനെ അങ്ങോട്ട് മുത്തൊന്ന് കോർത്ത് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നേരെ ഇതിന്റെ നടുക്കോട്ട് ഈ മുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ടൈറ്റ് ചെയ്തിട്ടൊന്ന് കെട്ടി നൂലങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇത് നമ്മൾ എല്ലാ ഭാഗത്തും മുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ക് ഡിസൈൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 3.5 ഇഞ്ചാണ് വീതി എടുത്തത്. പക്ഷെ ഇപ്പോൾ കണ്ടോ, നെക്ക് നമുക്ക് വളരെ ചെറിയ നെക്കാണ്. കറക്റ്റ് 3 ഇഞ്ചാണ് ഇപ്പോൾ ഇതിന് വീതിയല്ല കേട്ടോ. ടോട്ടലായിട്ട് 6 ഇഞ്ച് വരും. അപ്പോൾ എല്ലാവരും കുർത്തി തയ്ക്കുമ്പോൾ ഇല്ലെങ്കിൽ നൈറ്റി ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ ഒന്ന് ചെയ്തെടുക്കുക. നല്ല ഭംഗിയായിരിക്കും. ഇനി ബ്ലൗസിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാക്ക് നെക്കിൽ വേണമെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം. ഇത്രയും ഭാഗം നമുക്ക് ട്രാൻസ്പെറന്റ് ആയിരിക്കും. നമ്മുടെ ബോഡി ആയിരിക്കും ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് പീസിന്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കാം.